പണ്ടൊക്കെ CPM-ൻ്റെ ഒരു കണക്ക് വന്നാൽ കൃത്യമായിരിക്കും. അതെ, ഇന്ന് അവരുടെ കണക്കും റിസൾട്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ UDF-ൻ്റെ കണക്കിനെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് വരുന്നത്. റേറ്റിംഗിൽ വളരെ ചുരുക്കം ആളുകളെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് 45-നും 54-നും ഇടയിലുള്ളവരാണ്. അപ്പോൾ യൂത്തിലേക്കാണോ സത്യത്തിൽ UDF-ൻ്റെ ഇത്രകാലത്തെ പ്രചരണം? അതിദരിദ്രരില്ല എന്ന് മമ്മൂട്ടിയെ കൊണ്ട് പ്രഖ്യാപിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. വിശക്കുമ്പോൾ മണ്ണ് വാരി തിന്നുന്ന പിള്ളേരുള്ള നാടാണ് കേരളം. നമസ്കാരം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പോട് നമ്മൾ വളരെ അടുത്തടുത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ധ്രുവീകരണങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നു വരാനുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ട ചർച്ചകൾ, കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ ആരെയൊക്കെ പിന്തുണയ്ക്കും, പ്രതിനിധാനം ചെയ്യും എന്നുള്ള ചർച്ചകൾ, അങ്ങനെ നിരവധിയായ ചർച്ചകൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വളരെ അഗ്രസീവാണ്. ആ ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വോട്ട് വൈബ് എന്ന് പറയുന്ന സർവേ പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജിൻഡോ ആ സർവേ ശ്രദ്ധിച്ച് കാണും. അതിനകത്ത് ആശ്വസിക്കാനും ആഹ്ലാദിക്കാനും പറ്റുന്ന ചില ഘടകങ്ങളുണ്ടെങ്കിലും ആശങ്കയ്ക്ക് സാധ്യതയുള്ള ചില പോയിൻറ്റ്സും കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്പർ 1, ഒരു ആൻറ്റി ഇൻകംബൻസി, അതായത് സർക്കാർ വിരുദ്ധത പ്രകടിപ്പിച്ചവരുടെ എണ്ണം 51%. അതൊരു പക്ഷേ UDF-നെ സംബന്ധിച്ചിട്ട് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? ഞാൻ വിചാരിക്കുന്ന ഈ 51.9% മാത്രമല്ല, അതിലധികം ഉണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളൊരു സർവേയും കൂടി ഉണ്ടല്ലോ. ആ സർവേയിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണമുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെയും KK ശൈലജയുടെയും കഴിഞ്ഞു വരുന്ന മുഴുവൻ വോട്ടും, ഇപ്പോൾ BJP-യുടെ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള വോട്ടുകളും ഈ ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമായിരിക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 70% അടുത്ത് ആളുകൾ എതിരാണ്, സർക്കാരിനെതിരാണ് എന്നുള്ളതാണ്. പിന്നെ സർക്കാരിനെതിരാണെങ്കിൽ പോലും ചില സമയത്ത് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പിണറായി വിജയൻ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, സർക്കാർ മോശമാണെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ യഥാർത്ഥ പിക്ചർ ഇതായിരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സർവേയിൽ പറയുമ്പോൾ ഇവരുടെ ഇതിന് എടുക്കുന്ന ആളുകളുടെ എണ്ണം ഒക്കെ പറയുമ്പോൾ സാമ്പിൾ എടുക്കുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിനെ അവിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ളൊരു ഇംപ്ലിക്കേഷൻ ഇതിലും വലുതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്തും ഒരുപാട് ഇത്തരത്തിലുള്ള സർവേകളുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതായത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് 1419 പേരാണ്. അതിൻ്റെ ഒരു ജെൻഡർ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് മെയിൽ കാറ്റഗറിയിൽ നിന്ന് 52%, ഫീമെയിൽ കാറ്റഗറി 48%, പിന്നെ ജോഗ്രഫിക്കൽ റൂറൽ ഏരിയയിൽ നിന്ന്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് 52%, അർബൻ മേഖലയിൽ നിന്ന് 48%. സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് SC വിഭാഗത്തിൽ നിന്ന് 9%, STയിൽ നിന്ന് 1%, OBC 33%, ജനറൽ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്ന് 10%, മുസ്ലിം 27%, ക്രിസ്ത്യൻ 18%. ഏജ് പ്രൊഫൈൽ യൂത്ത്, അതായത് ഇൻ ബിറ്റ്വീൻ 18 to 24 എന്ന് പറയുന്നത് 22%, സീനിയർ സിറ്റിസൺസ് 55-ന് മുകളിലുള്ളത് 17%, മാർജിൻ ഓഫ് എറർ അത് പിന്നെ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തഡോളജിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സർവേ സാമ്പിൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഇവർ ഈ സർവേ സാമ്പിൾ എടുത്തതിന് ശേഷമായിരിക്കും ഇതിൽ ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ടുണ്ടാകുക. അല്ലാതെ നേരത്തെ ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഇത്ര ആളുകൾ എടുക്കുന്നു, ഈ ഏജ് ഗ്രൂപ്പിന് അങ്ങനെ ആയിരിക്കാൻ സാധ്യത കുറവായിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കണ്ടിടത്തോളം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു റേഷ്യോയിലൊരു കുഴപ്പമുണ്ട്, മനസ്സിലായോ? ക്രിസ്ത്യൻ മുസ്ലിം കൂടുതലാണ്, അങ്ങനെ ഒരു റേഷ്യോയിലൊരു പ്രശ്നം. അപ്പം മൊത്തത്തിൽ എടുത്ത സാമ്പിളിൻ്റെ അതിൻ്റെ ശേഷമാണ് ഈ ആളുകൾ ഏതൊക്കെ വിഭാഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാൻ. ഈ അറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽ എടുത്താലേ അങ്ങനെ ആവാൻ സാധ്യത കുറവാണ്. സത്യത്തിൽ സാമ്പിൾ ഇത്രയും ചുരുങ്ങി ഇപ്പോൾ 1419 പേർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ
അവർ കാറ്റഗറൈസ് ചെയ്ത് ഓരോ കാറ്റഗറിയിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്താൽ മാത്രമേ ഈ സർവേ കറക്റ്റ് ആവൂ. അതല്ല ജില്ലോ പറഞ്ഞതിൻ്റെ രീതിയിലാണ് ഈ സർവേ നടത്തിയതെങ്കിൽ ഇത് അടപടലം പൊളിഞ്ഞൊരു സർവേയാണ്. അപ്പോൾ എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ ഗ്രൂപ്പുകൾ എടുത്തപ്പോൾ നമ്മൾ ഓരോ സാമൂഹിക ഗ്രൂപ്പ് സാഹചര്യങ്ങളും നോക്കിയിട്ട് അവരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് എടുത്തതെന്നും കൂടി എനിക്കൊരു പെർസെൻറ്റേജ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇതിലൊരു കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ജനറൽ അനാലിസിസിൽ ഞാൻ നിലവിലൂടെ നിലവിലൂടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നാണ്. 52% ആളുകൾ സർക്കാർ വിരുദ്ധ നിലപാട് പറയുന്നുണ്ട്. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, സർക്കാർ തീരെ മോശമാണെന്നും കുഴപ്പമില്ലെന്നും വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് മൊത്തം നോക്കുമ്പോൾ സർക്കാരിനെതിരായിട്ടാണ് ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പും ഇത്തരത്തിലുള്ള സർവേകൾ വേണമെങ്കിൽ ആ കണക്കും കൂടി തരാം. അപ്പോൾ കൂടുതൽ അത് എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിപ്പെട്ട് ജെൻഡർ ഗ്യാപ്പ് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസ് അസസ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് മെയിൽ 36% വെരി പുവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഫീമെയിൽ 25% വെരി പുവർ എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 18നും 24നും വയസ്സിന് ഇടയിലുള്ള നിങ്ങളുടെ എന്താ പറയുന്നത് ജെൻസി അല്ലെങ്കിൽ 2K കാറ്റഗറിയിൽ വരുന്ന പോപ്പുലേഷൻ, അവരിൽ 37% ആളുകളും ഈ സർക്കാർ വളരെ മോശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകെ ഈ ഗവൺമെൻറ്റിന് അനുകൂലമായി എക്സലൻറ്റ് എന്ന് പറയുന്ന റേറ്റിങ്ങിൽ വളരെ ചുരുക്കാളുകളെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് 45നും 54നും ഇടയിലുള്ളവരാണ്. അപ്പോൾ യൂത്തിലേക്കാണോ സത്യത്തിൽ UDFൻ്റെ ഇത്രകാലത്തെ പ്രചരണം കൂടുതൽ ഏറ്റിരിക്കുന്നത്? അങ്ങനെ പറയാനായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന യൂത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നാൽ UDFന് വലിയ മെജോറിറ്റി ഉണ്ടാവും. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ടും അങ്ങനെ കാണിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ വരുന്നില്ല, അവരുടെ പോൾ പെർസെൻറ്റേജ് കുറവാണെന്നൊക്കെ ആക്ഷേപം പറയും. ചെറുപ്പക്കാർ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സർവേ വരുന്നത്. ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പക്കാർ ചിലപ്പോൾ എല്ലാവരും റോട്ടിലിറങ്ങി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഓരം പറ്റി സമരം ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പ്രതിഷേധങ്ങൾക്ക് വരുന്നുണ്ടാവില്ല, അവർ പബ്ലിക്കലി ഒന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ അവർ കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്ന രീതിയിൽ അവരെ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ വിചാരിക്കുന്നത് പണ്ടൊക്കെ CPMൻ്റെ ഒരു കണക്ക് വന്നാൽ കൃത്യമായിരിക്കും. ഇന്ന് അവരുടെ കണക്കും റിസൾട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ UDFൻ്റെ കണക്കിനെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് വരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ CPM പറയുന്നതുമായിട്ട് പുലബന്ധമില്ലാത്ത റിസൾട്ട് വരിക. അതായത് അവരുടെ ജൈവബന്ധം നഷ്ടപ്പെട്ടു. യൂത്തിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല കാര്യമായിട്ട്. അവിടെ UDF കുറേ കൂടി മുന്നോട്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാലത്ത് യുവാക്കളെ കൂടുതൽ സംവദിക്കുന്നത് LDF ആണ്, CPM ആണ്, SFI ആണ്, തീഷ്ണ യൗവനത്തെ പരമാവധി കൂടെ നിർത്തുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരും അങ്ങോട്ട് നോക്കുന്നില്ല. അത് കുറേ കൂടി അവർ ഈ വിവരസാങ്കേതിക വിദ്യയുടെ സാഹചര്യം ഇതെല്ലാം കൊണ്ടോടായിരിക്കും യൂത്ത് കുറേ കൂടി ഗവൺമെൻറ്റിനെ അവർ വിലയിരുത്തുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അവർ ഡേ ടു ഡേ ലൈഫിൽ ഇത് അനുഭവിക്കുകയാണല്ലോ. പക്ഷെ അവരിത് പറയുന്നില്ല. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പിലായിരിക്കും. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഈ സർവേയിൽ പൊങ്ങി വരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ആൻറ്റി ഇൻകംബൻസി കേരളത്തിൽ ഉണ്ടായത്? അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, എനിക്ക് തോന്നുന്നു 22% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തൊട്ട് താഴെ രണ്ടിനും ഒരേ പോയിന്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 18 അല്ലേ? ആ 18.2 18.7 അങ്ങനെ എന്തോ. അപ്പോൾ ഇത് രണ്ടിൽ ഒന്ന്, മൂന്നാമത്തതാണ് അൺഎംപ്ലോയ്മെൻറ്റ്, രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കറപ്ഷനാണ്. അപ്പോൾ കറപ്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശബരിമല വിഷയം ചിലപ്പോൾ പൊങ്ങി വരുന്നതിന് മുമ്പ് ഈ സർവേ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. പക്ഷേ അപ്പോഴും കേരളത്തിലെ 18% ആളുകൾ, എസ്പെഷ്യലി ഒരു ഏജ് ഗ്രൂപ്പ് ഇൻ ബിറ്റ്വീൻ 40 to 55, ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ പറയുന്ന അഴിമതിയെക്കുറിച്ചിട്ടാണ്. യൂത്ത് മാത്രമാണ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ 3 വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു ഭരണം കയ്യിൽ കിട്ടിയാൽ UDFന് കടന്നു പോകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഒന്നാമത്തത് ഇൻഫ്ലേഷനാണ്, വിലക്കയറ്റം. ഇന്ത്യയിലെ ഏറ്റവും അധികം വിലക്കയറ്റ തോതുള്ളത് കേരളത്തിലാണ്. ഇവിടുത്തെ സപ്ലൈക്കോ പരാജയമാണ്, സിവിൽ സപ്ലൈസ് വകുപ്പ് പരാജയമാണ്. ഇവർ പോസ്റ്ററും ഫ്ലെക്സ് അടിച്ചു വെക്കുന്നതല്ലാതെ ഒരു മാറ്റവും ഇല്ല. മറ്റെല്ലാ സംസ്ഥാനത്തേക്കായി മുമ്പിൽ 1ാം സ്ഥാനത്താണ് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. അത് ഈ സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നില്ല. മനുഷ്യർ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വേണ്ടിയിട്ട് വലിയ വിലക്കയറ്റത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് സർക്കാർ ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ദൂർത്ത് അപ്പുറത്ത് നടക്കുകയാണ്. അപ്പോഴാണ് കറപ്ഷൻ എന്നുള്ള പ്രശ്നം വരുന്നത്.
ഇവർ അഴിമതി വിരുദ്ധ അഭിപ്രായങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഒറ്റ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയത് എന്തിൻ്റെ പേരിലാണ്, എന്ത് ജോലി ചെയ്തിട്ടാണ്? കേരളത്തിൽ 18% വരുന്ന ചെറുപ്പക്കാർ ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് എന്ന് ഒരു അഭിപ്രായ സർവേ, ഇതിൻ്റെ ആധികാരികതയൊന്നും എനിക്ക് അത്ര പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു സർവേയിൽ പോലും 18% ആളുകൾ ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ 1.25 കോടി രൂപ മാസപ്പടിയും 1 കോടി രൂപ കടം വാങ്ങിയതും എങ്ങനെ ഇത് കിട്ടി, എന്ത് ജോലി ചെയ്തിട്ടാണെന്ന് പറയാം. അത് പറയാൻ പറ്റാത്തടത്തോളം കാലം മറ്റെല്ലാ അഴിമതി ആരോപണം മാറി നിൽക്കട്ടെ, ഈ ആരോപണത്തിന് മറുപടി പറയാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ കറപ്ഷൻ എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ ഇവർ തകർന്നടിയും. പിന്നെ ലൈഫ് മിഷൻ ആയാലും ഓരോന്ന് എടുത്ത് പരിശോധിച്ചാലും നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് അഴിമതി, അതിൻ്റെ ആ പില്ലറും ബീമിൻ്റെ മേലെ ഒരു കട്ട വെച്ച് കെട്ടിയിട്ടില്ല. ഒരുപാട് കുടുംബങ്ങളുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നമാണ്. ഇനി ഇവർ കെട്ടിയ ലൈഫ് മിഷൻ ഫ്ലാറ്റ് ഉണ്ട്, ഇടുക്കി കരിമണ്ണൂരിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് ചോർന്നൊലിക്കുകയാണ്, കറപ്ഷനാണ്. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിൽ പോലും കറപ്ഷൻ നടത്തുന്ന ആളുകൾ, പ്രളയ ഫണ്ട് തട്ടിയെടുക്കുന്ന ആളുകൾ, ഇതെല്ലാം കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു വിജയമുണ്ട്. ഓരോ ഘട്ടത്തിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം. അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വീണ്ടും ഓരോന്ന് എണ്ണി ഫാക്ച്വലായിട്ട് പറയും. വെറുതെ ഒരു ജനറലായിട്ട് അഴിമതി ഉണ്ടെന്ന് പറയുകയല്ല, ഓരോന്നിലും ഇത്ര അഴിമതി നടത്തി എന്ന് പറയുമ്പോൾ മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ CPM-ഉം ഗവൺമെൻറ്റും പ്രതിരോധത്തിലാകും. ഓക്കെ. അതുപോലെ ഈ സർവേയിൽ ഉയർന്നു വന്നിരിക്കുന്ന ചില വിഭാഗങ്ങൾ, ഇപ്പോൾ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് സവർണ വിഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ OBC, SC, ST. അതിനകത്ത് വളരെ സൂക്ഷ്മതയോടെ ഒരുപക്ഷെ UDF കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് SC, ST വിഭാഗമാണ്. ഈ വിഭാഗത്തിൽ LDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ കാണുന്നു. അപ്പോൾ ഈ അടിസ്ഥാന വർഗത്തെ കൂടെ നിർത്തുന്നതിൽ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ UDFന് വിശേഷിയ കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? അത് തിരുത്താനുള്ള എന്തെങ്കിലും മെഷേഴ്സിനെ കുറിച്ചിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ സാധിക്കുമോ? ഞാൻ മനസ്സിലാക്കുന്ന SC, ST വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ആ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിലോ അഡ്രസ്സ് ചെയ്യുന്നതിലോ UDFന് പ്രത്യേകിച്ചൊരു വീഴ്ച പറ്റിയതായിട്ട് പ്രത്യക്ഷത്തിൽ എനിക്കൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കേസസ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് അഡ്രസ്സ് ചെയ്യപ്പെടണം, അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനപ്പുറത്ത് ഞാൻ അവിടെയാണ് അത്തരം ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഈ സർവേയുടെ ഒരു സാമ്പിൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് എനിക്കൊരു സംശയം. കാരണം എന്താ വെച്ചാൽ പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ ചെയ്യാത്ത കുറ്റത്തിന് മാലമോഷണ കേസിൽ പ്രതിയാക്കപ്പെട്ട് 21 മണിക്കൂർ ഇരുന്ന ബിന്ദു, ആ ബിന്ദുവിൻ്റെ സംഭവം ഓർത്തുന്ന ഒരു SC വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇനി വിശന്നപ്പോൾ അരി മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് മധു കൊല്ലപ്പെട്ടത്. അത് ഓർക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യുക? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആറളം ഫാമിലുള്ള മനുഷ്യർ കുറേ കാലങ്ങളായിട്ട് പുഴയോരത്താണ് താമസിക്കുന്നത്. ആ പുഴയോരത്ത് താമസിക്കുന്ന മനുഷ്യർ അവർ അടച്ചുറപ്പില്ലാതെ ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിൽ വന്യമൃഗങ്ങളെ ഭയപ്പെട്ട് മഴയും വെയിലും കൊണ്ട് ജീവിക്കുന്നു. അതിദരിദ്രരില്ല എന്ന് മമ്മൂട്ടിയെ കൊണ്ട് പ്രഖ്യാപിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. വിശക്കുമ്പോൾ മണ്ണ് വാരി തിന്നുന്ന പിള്ളേരുള്ള നാടാണ് കേരളം. അപ്പോൾ ഇത് കൃത്യമായിട്ട് SC, ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് കൃത്യമായിട്ടത് മനസ്സിലാക്കുന്നുണ്ടോ? അവരനുഭവിക്കുന്നതാണെങ്കിലും രാഷ്ട്രീയമായിട്ട് അതിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് UDFൻ്റെ പരാജയമാണ്, ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തതിൽ പരാജയമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരിത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അതാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് പറയുന്നത്. ലോക്സഭയുടെ ട്രെൻഡ് വേറൊരു വോട്ടിംഗ് പാറ്റേൺ ആണ്, പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ വോട്ടിംഗ് ട്രെൻഡ് മറ്റൊരു പാറ്റേൺ, കുറേ കൂടി ലോക്കലി ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ സർവേയുടെ റിസൾട്ടിനോട് അത്രയും അങ്ങോട്ട്, നമുക്ക് നമ്മളുടെ ഭാഗം മാത്രം പറയുന്നതുകൊണ്ടായിരിക്കും, പക്ഷേ അതിലൊരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആദിവാസി ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വലിയ തോതിൽ ഈ സർക്കാരിനോട് എതിരാണ് എന്നാണ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമ്മളുടെ പല അനുഭവത്തിൽ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സണ്ണി M കവിക്കാട് വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു വാർത്ത വന്നു. ആ വാർത്തയ്ക്ക് കിട്ടിയ ഒരു ആഘോഷം വലുതാണ്.
അതുപോലെ CK ജാനു UDF വന്നു എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ആഘോഷ പരിവേഷം വലുതാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ UDF ശക്തി നൽകുന്നുണ്ട്. ഇപ്പോൾ CK ജാനു മുൻകാലങ്ങളിൽ UDF അനുകൂലമായിരുന്നു എന്ന് വെച്ചാൽ അല്ലായിരുന്നു. അവർ വേറൊരു തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് പോകും. സണ്ണി എം കബിക്കാട് UDF കാരനായിരുന്നില്ല. പക്ഷേ അപ്പോൾ പോലും സണ്ണി എം കബിക്കാടിനെ പോലുള്ള ആളുകൾ, ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ദളിത് ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ നേരിടുന്ന അവഗണന, അത് ഈ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അവർ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം മുഴുവൻ നടപ്പാക്കുന്ന പദ്ധതികൾ അതിൻ്റെ 10 മടങ്ങ് ആവേശത്തോടുകൂടി കേരളത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ദുരന്തഫലം അനുഭവിച്ച വിഭാഗക്കാരാണ് അവർ. അപ്പോൾ അവരുടെ ഇടയ്ക്ക് നിന്ന് വരുന്ന ഈ റിസൾട്ടിനോട് എനിക്ക് അതുകൊണ്ടാണ് ഒരു പൂർണ്ണ വിശ്വാസം ആവാത്തത്.